ഒരു മൈക്ക് പോയാൽ 1000 മൈക്ക് കൊണ്ടു കൊടുക്കാൻ മനുഷ്യ സ്നേഹികൾ ഈ കേരളത്തിലുണ്ട്. അന്ന് ഈ മൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന കണ്ടപ്പോഴേ KPCCയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അവர்களுം പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും പറഞ്ഞു, ആശമാർക്ക് ഏറ്റവും പുതിയ മൈക്ക് ഇവിടെ എത്തിക്കുമെന്ന്. മൈക്ക് കിട്ടി ഇവിടെ നിന്ന് KPCC പ്രസിഡന്റ് അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ ഇല്ല. പക്ഷെ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അത് ഇവിടെ ഏൽപ്പിക്കാൻ KPCCയുടെ ഭാരവാഹികളായി ഞങ്ങളെ എല്ലാവരെയും ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഭാരവാഹികളെ ചുമതലപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മൈക്ക് എടുത്തോണ്ട് ഓടിക്കും. ഇപ്പൊ നാണക്കേടുണ്ട്. സോഷ്യൽ മീഡിയയിലും എല്ലാ മാധ്യമങ്ങളിലും കേരള പോലീസിനെ തൊലി ഉരിയുന്ന നാണക്കേടായി പോയി. മൈക്ക് എടുത്തുകൊണ്ട് പോയാൽ ഇവിടെ ആശമാർ നടക്കുന്ന സമരത്തിന്റെ ശബ്ദം ലോകം കേട്ടില്ല എന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ തെറ്റിപ്പോയി. ഒരു മൈക്ക് പോയാൽ 1000 മൈക്ക് കൊണ്ടു കൊടുക്കാൻ മനുഷ്യ സ്നേഹികൾ ഈ കേരളത്തിലുണ്ട്. അന്ന് ഈ മൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന കണ്ടപ്പോഴേ KPCCയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അവர்களுം പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും പറഞ്ഞു, ആശമാർക്ക് ഏറ്റവും പുതിയ മൈക്ക് ഇവിടെ എത്തിക്കുമെന്ന്. മൈക്ക് കിട്ടി ഇവിടെ നിന്ന് KPCC പ്രസിഡന്റ് അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ ഇല്ല. പക്ഷെ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അത് ഇവിടെ ഏൽപ്പിക്കാൻ KPCCയുടെ ഭാരവാഹികളായി ഞങ്ങളെ എല്ലാവരെയും ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഭാരവാഹികളെ ചുമതലപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് മുമ്പൊരു സമ്മേളന വേദിയിൽ പ്രഖ്യാപിച്ചതുപോലെ ഈ സമരം വിജയം കണ്ടേ വീട്ടിൽ പോവുകയുള്ളൂ. വിജയം വരെയും സമരം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിണറായി വിജയനോ MV ഗോവിന്ദൻ മാസ്റ്ററോ ഈ സമരത്തോട് നിഷേധാത്മക സമീപനം കാണിക്കാൻ ഇനി എത്ര മാസമാ? എണ്ണിക്കോ 6 മാസത്തിനപ്പുറം നിങ്ങൾക്ക് ഈ സമരത്തോട് നിഷേധാത്മക സമീപനം സ്വീകരിക്കാനാവില്ല. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. മാർച്ച് ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ അധികാരത്തിൽ വരും. ഈ അധികാരത്തിൽ വരുമ്പോ ഈ സെക്രട്ടേറിയറ്റിൽ വെച്ച് കൂടുന്ന ആദ്യ ക്യാബിനറ്റ് യോഗത്തിന്റെ ആദ്യ തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുക, അവരുടെ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നുള്ളത്. അനുഭാവപൂർണമായ നിലപാടുമായി സമരം ചെയ്ത പാവം സഹോദരിമാർ, ഇവർ ഈ മനുഷ്യത്വത്തിന്റെ പ്രതീകമാണ്. ഇവർ പോരാളികളാണ്. നന്മയ്ക്കുള്ള പോരാട്ടത്തിൽ ഇവർ നടത്തുന്ന പോരാട്ടത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രിയങ്കരായ നേതാക്കന്മാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച KPCCയുടെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ KPCCക്ക് വേണ്ടി KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഇത് പ്രിയപ്പെട്ട ആശാ വർക്കർമാരുടെ നേതാക്കന്മാർക്ക്, പ്രിയപ്പെട്ട മിനി അടക്കമുള്ള ധീര പോരാളികൾക്ക് കൈമാറുകയാണ്. ഈ മൈക്ക് കൈമാറും. ഈ കേരളത്തിലെ മുഴുവൻ ആശമാരുടെ പേരിൽ കേരളത്തിലെ മുഴുവൻ ഈ സമരം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെ